നമസ്കാരം. രാവിലെ സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ എൻ്റെ സുഹൃത്ത് ഡൽഹിയിലെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് പങ്കുവച്ച ഒരു കുറിപ്പ് ഞാൻ കണ്ടു. മുഖ്യമന്ത്രി വി.ഡി. സതീശനുള്ള ഒരു മുന്നറിയിപ്പാണത്. അത് വായിച്ചപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് തോന്നി. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്ന് തുടങ്ങുന്ന കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അവതാരങ്ങളെക്കുറിച്ചാണ്. ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുടെയും അഭ്യുദയകാംക്ഷികളുടെയും പ്രവർത്തനത്തിന്റെ ആകത്തുകയാണ് ഈ വിജയം. 10 വർഷവും വെടിപ്പടക്കങ്ങളെ കൂട്ടുപിടിച്ച് വലിച്ചു മുടിച്ച ഒരു പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ നേർവഴിക്ക് നയിച്ച് സ്വാതന്ത്ര്യവും സമാധാനവും ഇല്ലാതിരുന്ന കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മാറ്റം വരുത്താനാണല്ലോ അങ്ങ് സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തത്. ഈ സാഹചര്യത്തിൽ എന്റെ പത്മനാഭൻ എന്നൊക്കെ പറഞ്ഞ് ആരോ വന്നതും നട്ടലുള്ള കോൺഗ്രസ് പ്രവർത്തകർ കൂകി വിളിക്കുമ്പോഴും ഒന്നും സംഭവിക്കാത്ത വിധത്തിൽ അതിലേതോ ഒരുത്തന്റെ കയ്യും പിടിച്ച് മുന്നോട്ട് പോകുന്നതും മീഡിയ ഒപ്പിയെടുത്തു. ഈ പുഴുക്കത്തായിരുന്നു എല്ലാത്തിനും കാരണം. മാറുമറയ്ക്കാൻ കേരളത്തിൽ പുതിയൊരു സമ്പ്രദായം തന്നെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ് എന്നുള്ളത്. അങ്ങനെ നടക്കുന്നവരുടെ നേതാവായ ഒരുത്തി പത്മനാഭനാണെന്നും കൃഷ്ണനാണെന്നും ശിവനാണെന്നും ഒക്കെ പറഞ്ഞ് നിയമസഭാ മന്ദിരവും മുഖ്യമന്ത്രിയുടെ ആഫീസും വീടും കയറി ഇറങ്ങുന്നത് അത്ര ശരിയായ നടപടിയല്ല. നിങ്ങളെ മുഖ്യമന്ത്രിയാക്കണം എന്ന ആദ്യ അഭിപ്രായം അവസാനം വരെ നിലപാടിൽ മാറ്റമില്ലാതെ നിന്ന ഒരാൾ എന്ന നിലയിലും പലപ്പോഴും വെടിക്കാറ്റിനെതിരെ ശക്തമായി ആഞ്ഞു വീശിയ കൊടുങ്കാറ്റ് എന്ന നിലയിലും വെറുതെ പറഞ്ഞു എന്ന് മാത്രം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ഓർമ്മപ്പെടുത്തൽ പലരും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയാണ്. ആരാദ്യം പറയും എന്നതുപോലെയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് അദ്ദേഹം അനുഭവിച്ചത്. എന്തിനേറെ സോളാർ വിഷയം പോലും ഇത്തരത്തിലുള്ള മറ്റൊരു വേർഷനല്ലേ. അകത്തി നിർത്തേണ്ടത് അകത്തി തന്നെ നിർത്തണം.